ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന മോഡ്യൂളിലെ തേർഡ് ചാപ്റ്ററായ റൂട്ടിംഗ് ആൻഡ് ഓപ്റ്റിമൈസേഷൻ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ സെക്ടറിലും പല രീതിയിലുള്ള അഡ്വാൻറ്റേജസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ AI എന്തുമാത്രം അഡ്വാൻറ്റേജസ് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാവുന്നതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്ന ശേഷം ട്രാൻസ്പോർട്ടേഷൻ വളരെ എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യാനും വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടാനും അതുപോലെ വളരെ കോസ്റ്റ് എഫിഷ്യൻ്റായിട്ട് ട്രാൻസ്പോർട്ടേഷൻ പെർഫോം ചെയ്യാനും നമ്മളെ ഈ AI പ്ലാറ്റ്ഫോം സഹായിക്കുന്നുണ്ട്. നമുക്കിനി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ആദ്യം വരുന്നത് എൻഹാൻസ്ഡ് സേഫ്റ്റിയാണ്. സേഫ്റ്റി എങ്ങനെയാണ് എൻഹാൻസ്ഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആക്സിഡൻറ്റ് പ്രിവെൻഷനാണ്. ആക്സിഡൻറ്റ് ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ പെർഫോം ചെയ്യാൻ AI ഫെസിലിറ്റി ഉള്ള എല്ലാ വെഹിക്കിൾസിനും സാധിക്കുന്നു. അതുപോലെ തന്നെ ഡ്രൈവറിൻ്റെ ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് നിരന്തരം മോണിറ്റർ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ഈ ഒരു ഓട്ടോണമസ് വെഹിക്കിൾ അതിൻ്റെ പ്രഡിക്റ്റീവ് ആയിട്ടുള്ള മെയിൻ്റനൻസും ഈ എൻഹാൻസ്ഡ് സേഫ്റ്റി ഉറപ്പാക്കുന്നു. അതായത് ഈ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയുടെ ഏതെങ്കിലും ഒരു പാർട്ട് അത് മെയിൻ്റനൻസ് ഉടനെ വേണമെന്ന് ഈ പറയുന്ന AI ഫെസിലിറ്റിയുള്ള വെഹിക്കിൾ നേരത്തെ നിർദ്ദേശിക്കുകയും അങ്ങനെ പ്രഡിക്റ്റീവായിട്ട് നമുക്ക് മെയിൻ്റനൻസ് വർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി പറ്റുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ട്രാഫിക് മാനേജ്മെൻ്റ് ആണ്. അതായത് റിയൽ ടൈമുള്ള ട്രാഫിക് സെൻസ് ചെയ്തിട്ട് കൺജഷൻ കുറച്ചുകൊണ്ട് സ്മാർട്ട് ട്രാഫിക് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ AI ഫെസിലിറ്റി സഹായിക്കുന്നു. അതുപോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റ്സ്, അതായത് എന്തെങ്കിലും ആക്സിഡൻസോ അതുപോലെ ബോട്ടിൽ നെക്സ് എന്ന് പറഞ്ഞാൽ ഗതാഗത തടസ്സമുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാനും നമ്മുടെ ഈ ട്രാഫിക് മാനേജ്മെൻറ്റ് ഫെസിലിറ്റി യൂസിങ് AI സഹായിക്കുന്നുണ്ട്. നമുക്ക് റൂട്ട് ഒപ്റ്റിമൈസേഷൻ, അതായത് നമ്മൾ ചെല്ലേണ്ട സ്ഥലത്ത് നമ്മൾ GPS ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് നമ്മളെ ആ ഡെസ്റ്റിനിലേക്ക് എത്തിക്കുന്നതും AIയുടെ അഡ്വാൻറ്റേജ് ആണ്. ഓട്ടോണമസ് വെഹിക്കിൾസ് ആണ് അടുത്ത അഡ്വാൻറ്റേജ്. അതായത് സെൽഫ് ഡ്രൈവിംഗ് ആയിട്ടുള്ള കാർസ്. നമുക്ക് ഇനിയിപ്പോൾ ഒരു ഹ്യൂമൻ ഇൻപുട്ട് ഇല്ലാതെ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സെൽഫ് ഡ്രൈവിംഗ് കാർസ് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ ട്രക്കുകളുടെയും ഡെലിവറി ഡ്രോണുകളുടെയും സഹായത്തോടു കൂടി നമുക്ക് പല മെറ്റീരിയൽസും ഡെലിവറീസും ഒക്കെ സ്പീഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അതിന് നമ്മൾ ലോജിസ്റ്റിക്സ് ഓട്ടോമേഷൻ എന്നാണ് പറയുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്കും ഫ്യൂവൽ ഫ്രണ്ട്ലി ആയിട്ട്, അതായത് നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മാത്രം പെർഫോം ചെയ്യുന്നത് കൊണ്ട് വളരെ ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നു. ഒരിക്കലും ലോഡില്ലാതെ ഒരു ട്രക്കും ഓടില്ല, ഐഡിൽ കേസസ് ഒന്നുമില്ല. എമിഷൻ റിഡക്ഷൻ, അതുപോലെ തന്നെ നമ്മൾ സ്മാർട്ടർ റൂട്ടിങ്ങും അതുപോലെ ഐഡ്ലിംഗ് ടൈംസ് വളരെ കുറവായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും നല്ല എൻവയോൺമെൻറ്റൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ റൂട്ട് ഓപ്റ്റിമൈസ്ഡ് ആയിട്ടും കറക്റ്റായിട്ടുള്ള റൂട്ടും ബോട്ടിലിനൊക്കെ വരാത്ത രീതിയിൽ നമ്മുടെ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് തന്നെ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ നമ്മുടെ ഉള്ള അസറ്റിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ, അതായത് AI ആ വെഹിക്കിളിൻ്റെ ഡിസ്പാച്ചിങ്ങും ഷെഡ്യൂളിങ്ങും റിസോഴ്സ് മാക്സിമൈസേഷനും എല്ലാം വളരെ നല്ല രീതിയിൽ നടത്തും. ഇനി പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇംപ്രൂവ് ചെയ്യാനും നമ്മളെ ഈ AI പ്ലാറ്റ്ഫോം സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഇപ്പോൾ കുറച്ചും കൂടി എടുത്ത് നോക്കുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആൾക്കാർ യൂസ് ചെയ്യാൻ വേണ്ടി വളരെ ടൈം ബൗണ്ട് ആയിട്ടുള്ള സർവീസാണ് നമ്മുടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതിന് നമ്മൾ സ്മാർട്ട് ഷെഡ്യൂളിംഗ് എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല നല്ലൊരു പാസഞ്ചർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ AI ഫെസിലിറ്റി ഇൻക്ലൂഡ് ചെയ്ത എല്ലാ ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസും പ്രൊവൈഡ് ചെയ്യുക. പിന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഡേറ്റ ഡ്രിവൺ ഡിസിഷൻ മേക്കിങ്ങും ഈ പറയുന്ന AI പ്ലാറ്റ്ഫോം തരുന്നുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് AI ട്രാൻസ്പോർട്ടേഷൻ. ഫസ്റ്റ് വൺ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഓട്ടോണമസ് വെഹിക്കിൾസ്. ഓട്ടോണമസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? യാന്ത്രികവൽക്കരണം എന്നുള്ളതാണ്. അതിനകത്ത് നമ്മൾ സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആണ് AIയുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. അങ്ങനെ AI ഉപയോഗിച്ച് നമ്മൾ വെഹിക്കിൾ ട്രാൻസ്പോർട്ട് പെർഫോം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സറൗണ്ടിങ്ങിനെ കുറിച്ച് നല്ലൊരു ഐഡിയ കിട്ടുകയും കറക്റ്റായിട്ടുള്ള ഡ്രൈവിംഗ് ഡിസിഷൻ എടുക്കാൻ പറ്റുകയും ഒരു ഹ്യൂമൻ്റെ സഹായം ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മുടെ ടെസ്ല ഓട്ടോ പൈലറ്റ് ആ ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ആ ഒരു ന്യൂറൽ നെറ്റ്വർക്ക് അസിസ്റ്റൻസോട് കൂടിയാണ് അവർ സ്റ്റിയറിങ്ങും ബ്രേക്കിങ്ങും അതുപോലെ ലെയിൻ ചേഞ്ചിങ്ങും ഒക്കെ നടത്തുന്നത്. ഇനി നമ്മൾ പറയുന്നതാണ് ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റത്തെക്കുറിച്ച്. അതായത് ട്രാഫിക് പാറ്റേൺസിനെയും അതുപോലെ സിഗ്നൽസിൻ്റെ ഒപ്റ്റിമൈസേഷനും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കൺജഷൻ റെഡ്യൂസ് ചെയ്ത് തന്നെ ട്രാഫിക് മാനേജ് ചെയ്യാൻ AI പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ഗൂഗിൾ മാപ്പ്, സബ്ട്രാക്ട് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി വന്നാണ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഒപ്റ്റിമൈസേഷൻ. നമ്മുടെ ഡിമാൻഡും ഷെഡ്യൂളും അനുസരിച്ചിട്ട് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി അവൈലബിൾ ആക്കുന്നതും AI പ്ലാറ്റ്ഫോമിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഓപ്റ്റിമൈസേഷൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് സിംഗപ്പൂർസ് ലാൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി എന്നത്. ആക്ച്വലി ദേ ആർ യൂസിങ് AI facility for their bus arrival predictions and crowd management.
ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൂട്ടി അറിയിക്കുന്നതാണ് നമ്മൾ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെഹിക്കിളോ അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ പാർട്ട് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയിൽ എന്തെങ്കിലും ഒരു മെയിൻ്റനൻസിൻ്റെ ആവശ്യം വരികയോ അതിൻ്റെ പെർഫോമൻസ് കുറച്ച് ഡൗൺ ആവുകയോ ചെയ്യുക, അതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുമ്പോൾ AI ഉടനെ അത് ക്യാച്ച് ചെയ്തിട്ട് ഇതിൻ്റെ മെയിൻ്റനൻസ് സമയമായി എന്നുള്ളത് ഒരു വാർണിംഗ് സിഗ്നൽ പോലെ നമുക്ക് തരും. എയർബസ്, സ്കൈവൈസ്, വോൾവോ ട്രക്സ് എല്ലാവരും ഈ പ്രഡിക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്ന ആ ഒരു ആപ്ലിക്കേഷൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കുകയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് ഫ്ലീറ്റ് മാനേജ്മെൻറ്റ്. ഡെലിവറി റൂട്ട്സിൻ്റെ ഒപ്റ്റിമൈസേഷനും അതുപോലെ ലോഡ് പ്ലാനിങ്ങും ഫ്യൂവൽ കൺസപ്ഷനും നല്ല രീതിയിൽ നടപ്പാക്കുന്ന ആമസോൺ ലോജിസ്റ്റിക്സ് പോലെയുള്ള സംരംഭങ്ങൾ. ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഡ്രൈവറിനെ മോണിറ്റർ ചെയ്യുകയെന്ന് വെച്ചാൽ ആ പുള്ളി അലേർട്ടായിട്ട് തന്നെയാണോ വാഹനം ഓടിക്കുന്നത്, ഹെൽത്തിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ക്യാമറ വൈസ് നോക്കുകയും അതുപോലെ ഡ്രൈവറിൻ്റെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ജഡ്ജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മോണിറ്ററിംഗ് സിസ്റ്റമാണ് ഈ ഡ്രൈവർ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് അഡോപ്റ്റ് ചെയ്തുകൊണ്ട് GM സൂപ്പർ ക്രൂയിസ് ഉണ്ട്, അതുപോലെ നിസാൻസ് ഡ്രൈവർ അറ്റൻഷൻ അലേർട്ട്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഡ്രൈവറിൻ്റെ ബിഹേവിയറിൽ എന്തെങ്കിലും ഫാറ്റിക്, ഒരു തളർച്ച പോലെയൊക്കെ കാണുകയാണെങ്കിൽ ഉടനെ ഒരു വാർണിംഗ് സിഗ്നൽ ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി വരുന്നതാണ് ഇൻ്റലിജൻറ്റ് പാർക്കിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ അവൈലബിൾ ആയിട്ടുള്ള പാർക്കിംഗ് സ്പോട്ടിൽ വളരെ നല്ല രീതിയിൽ സ്മാർട്ട് പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പാർക്കിംഗ് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നത്. പാർക്ക് പ്ലസ് ഇൻ കാൽഗറി ഈസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നതാണ് ഡ്രോൺ ഡെലിവറി ആൻഡ് എയർ ട്രാഫിക് മാനേജ്മെൻറ്റ്. ദുബായിലൊക്കെ ഡ്രോൺ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് ഈ സ്വിഗ്ഗി പോലുള്ള സർവീസ് റെൻഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റോഡിലുള്ള ട്രാഫിക് അപ്പോൾ നമ്മുടെ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. അപ്പോൾ ടൈം ബൗണ്ടായിട്ട് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ AI പ്ലാറ്റ്ഫോം നമ്മളെ സഹായിക്കുന്നു. ഇതിത്രയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് AI ഇൻ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഫ്ലൈറ്റ് മാച്ചിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഡിജിറ്റൽ ഫ്ലൈറ്റ് മാച്ചിങ്ങിൻ്റെ വേറൊരു പേരാണ് ഡിജിറ്റൽ ലോഡ് മാച്ചിങ് എന്ന് പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിൻ്റെയും ഒരു മൊബൈൽ ബേസ്ഡ് ടെക്നോളജി പ്ലാറ്റ്ഫോമും അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള ലോഡ്സും ട്രക്സും നമ്മൾ വെർച്വലായിട്ട് മാച്ച് ചെയ്ത് നോക്കുന്നതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഫ്ലൈറ്റ് മാച്ചിങ് എന്ന് പറയുന്നത്. നിങ്ങളൊന്നും മനസ്സിലാക്കുക. അതായത് ഒരു ഫ്ലൈറ്റ് ഫോർവേഡിങ് നമ്മൾ പെർഫോം ചെയ്ത് കഴിയുമ്പോൾ കാർഗോ ആ ഡെസ്റ്റിനേഷൻ പോർട്ടിൽ എത്തുന്നതിന് മുമ്പായിട്ട് ഡെലിവറി ചെയ്യാനുള്ള ട്രക്ക് ഫെസിലിറ്റി ഉണ്ടോ എന്ന് വെർച്വലായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയാണ്. നമുക്ക് എത്ര ടൺ കാർഗോ ആണ് നമ്മൾ കൊണ്ടുപോകുന്നത്, അത്രയും ടൺ കാർഗോ ഡിസ്പാച്ച് ചെയ്യാനുള്ള ട്രക്ക് ഫെസിലിറ്റി അവിടെ ഉണ്ടോ എന്ന് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ മാച്ച് ചെയ്ത് നോക്കുന്നതാണ് ഡിജിറ്റൽ ഫ്ലൈറ്റ് മാച്ചിങ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർ ഈ ഒരു ഡിജിറ്റൽ ഫ്ലൈറ്റ് മാച്ചിങ് അഥവാ DFM ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പ്രഡിക്റ്റീവ് അനാലിറ്റിക്സ് ആണ്. അപ്പോൾ AI മെഷീൻ ലേണിംഗും ആണ് ഇതുപോലത്തെ മാച്ചിങ് ഒപ്റ്റിമൈസ് ചെയ്യാനും എഫിഷ്യൻസിയും കപ്പാസിറ്റിയും കോസ്റ്റും എല്ലാം ഈ പറയുന്ന ഈ 3 കാര്യങ്ങളും കൺസേൺ ആയി കറക്റ്റായിട്ടുള്ള ഡിജിറ്റൽ ഫ്ലൈറ്റ് മാച്ചിങ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് DFM ത്രൂ കിട്ടുന്നതാണ് ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് ഫസ്റ്റ് വണ്ണാണ് ആക്സസ് മൾട്ടിപ്പിൾ മോഡ്സ് എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ മോഡൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പോസിബിൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. വളരെ ഇമ്മീഡിയറ്റായിട്ടും വളരെ ഡൈനാമിക് ആയിട്ടും മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ലോഡ്സ് ഒക്കെ നമുക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അതുപോലെ നമ്മുടെ ഇൻഹൗസ് ഫ്ലീറ്റ് സൈസ് വിത്ത് സെലക്റ്റീവ് ഔട്ട്സോഴ്സിങ് നമുക്ക് പോസിബിൾ ആകുന്നു. അതുപോലെ 10 fewer ലോഡ്സ് ഇൻ സ്പോട്ട് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മുടെ കമ്പനിയുടെ സ്കെയിലബിലിറ്റി നമുക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു. നമ്മുടെ കമ്പനിയുടെ വളർച്ച നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അതുപോലെ ഒരുപാട് രീതിയിലുള്ള പ്ലാറ്റ്ഫോം തമ്മിൽ കൊളാബറേറ്റ് ചെയ്യാൻ DFM നമ്മളെ സഹായിക്കുന്നുണ്ട്. ഡൈനാമിക് റൂട്ട് പ്ലാനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആസ് യു ഓൾ നോ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അക്കോമഡേറ്റിംഗ് എനി ലാസ്റ്റ് മിനിറ്റ് കസ്റ്റമർ റിക്വസ്റ്റ് ഇൻ ദി ഓർഡേഴ്സ് ദാറ്റ് ആർ ഓൾറെഡി ഷെഡ്യൂൾഡ് ഫോർ ഡെലിവറി. It creates delivery routes and stop sequences considering the customer and order mix. The prime aim of dynamic route planning is to ensure orders are delivered using optimal and cost-effective delivery routes. Dynamic route planning can be achieved by implementing an advanced route planning and optimization solution.